ബനോഫി പൈ. ബനോഫി ഒരു ഇംഗ്ലീഷ് ഡെസേർട്ടാണ്. ബിസ്ക്കറ്റും ബനാനയും ടോഫിയും ക്രീമും കൂടെ വരുന്ന ആ ഒരു കോമ്പിനേഷൻ, അതൊരു കിടിലൻ കോമ്പിനേഷനാണ്. എന്നാൽ നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ? ഫസ്റ്റ് സ്റ്റെപ്പ് ബിസ്ക്കറ്റ് ബേസ് സെറ്റിംഗ് ആണ്. ഈ ബിസ്ക്കറ്റ് നന്നായി പൊടിച്ചെടുക്കാം. പകുതി പൊടിഞ്ഞ ഈ ബിസ്ക്കറ്റിലോട്ട് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചു വെച്ച ഈ ബിസ്ക്കറ്റ് ഒരു ട്രേയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു നോർമൽ പുഡിംഗ് ട്രേ യൂസ് ചെയ്താലും മതി. ഞാനൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബിസ്ക്കറ്റ് ബേസ് കുറച്ച് തിക്ക് ബേസ് ആവാൻ വേണ്ടി കൂടുതൽ ബിസ്ക്കറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ബിസ്ക്കറ്റ് യൂസ് ചെയ്താലും മതി. ചെറിയ ട്രേ ആണെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് യൂസ് ചെയ്താലും മതി. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് റാപ്പ് ചെയ്ത് മിനിമം 30 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ടോഫി റെഡിയാക്കി എടുക്കാം. ടോഫി റെഡിയാക്കാൻ വേണ്ടി ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇത് കുക്കറിൽ വെക്കുന്നതിന് മുന്നേ ഇതിൻ്റെ പുറത്തുള്ള ഈ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ടിന്ന് കുക്കറിലോട്ട് വെക്കാം. ഈ ടിന്ന് കവർ ചെയ്യാൻ പാകത്തിലുള്ള വെള്ളം കുക്കറിൽ ആഡ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാം. 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്യാം. 30 മിനിറ്റ് കഴിഞ്ഞ് വിസിൽ ഫുള്ള് പോയതിനു ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ഈ ടിന്ന് പുറത്ത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കൂളാക്കി എടുക്കാം. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കിയെടുത്ത ടോഫിയാണിത്. ഇതൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് സ്പൂണ് വെച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയെടുക്കാം. ഇനി ബിസ്ക്കറ്റ് ബേസിലോട്ട് ഈ ടോഫി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടോഫി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് എല്ലാ സൈഡിലും ഒന്ന് ആക്കിയെടുക്കാം. ഈ പഴം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇതും കൂടെ ലെയർ ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഇത് ലെമൺ ജ്യൂസ് ആണ്. പഴത്തിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെമൺ ജ്യൂസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ലെയർ ചെയ്തെടുക്കാം. ഇത് ഞാൻ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ ലെയർ ആയിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതും ഓപ്ഷണലാണ്. ഇത് സിമ്പിളായിട്ട് ലെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിരിക്കുന്ന വിപ്പിംഗ് ക്രീം വെച്ച് സിമ്പിൾ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇനി കുറച്ച് കൊക്കോ പൗഡറും കൂടെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളെ ബനോഫി പൈ ഇവിടെ റെഡിയാണ്. ഈ ഒരു ഡെസേർട്ട് ട്രൈ ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഡെസേർട്ട് തന്നെയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഉണ്ടാക്കുന്ന ഈ ഡെസേർട്ട് ഈസി ആൻഡ് യമ്മി ഡെസേർട്ടാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.